ഹായ് ഗൈസ്, നിങ്ങൾ ന്യൂസിലാൻഡിലുള്ളവരാണോ? ന്യൂസിലാൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലത്ത് പോകേണ്ടതാണ്. ലൊക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതാ ഞങ്ങളുടെ ഓർഗനൈസർ മുന്നേ ഓടി പോകുന്നുണ്ട്. ഞങ്ങൾ 3 ഫാമിലിയാണ് ഈ ട്രിപ്പിന് പോകുന്നത്. ഒന്ന് ജെറിയും ഷേബിയും വില്ലിംഗ്ടണിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ആസ്യൂഷൻ ഞങ്ങളുടെ കൂടെ എപ്പോഴുമുള്ള സോണിയാൻ ഫാമിലിയും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ എൻക്വയറീസിന് വേണ്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്ലോർ ഗ്രൂപ്പിൻ്റെ ഒരു ക്യാബിനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിംഗ് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും കാണിക്കുകയാണ്. ഫോണിൽ കാണിച്ചു കഴിയുമ്പോൾ അവർ നമുക്കിതുപോലെ ഒരു ടാഗ് തരും. ആ ടാഗ് എല്ലാവരും നിർബന്ധമായിട്ടും കയറുന്നതിന് മുന്നേ ഇടണം എന്നവർ നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ഇതിന് ശേഷവും നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കൂടെ വരുന്നവരോട് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതാണ് അടുത്തത്. ടൈറ്റാനിക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രയും വലുത് എനിക്ക് വേണം. ഷേബ ഇനി സൈലന്റ് ആളാ. നമ്മളെ ടാഗുകളെല്ലാം കിട്ടിട്ടുണ്ട്. ഇത് വെറുതെ ഇട്ടിട്ട് കയറിയാൽ മതി എന്നാ പറയുന്നത് ക്രൂസിനകത്ത്. വെയിറ്റിംഗ് സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് സ്കൈ ടവറിൻ്റെ മുകളിൽ നിന്ന് സ്കൈ ഡൈവ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ കഴിയുമായിരുന്നു. സൂം ചെയ്ത് നോക്കിയപ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുമായിരുന്നു ദൃശ്യങ്ങളിൽ. Conditions this morning are looking beautiful. You've picked a great day for it. The wind's just light from the southwest, which is the right direction we want to be in. So that's all good. I think that's all. ക്രൂസ് വരുന്നുണ്ട്. നമ്മൾ കയറാൻ പോകുന്ന ക്രൂസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസും കൂടാണ്. ഞങ്ങൾ ഉന്തിത്തള്ളി മുന്നിൽ കയറി നിൽപ്പുണ്ട്. ടിപ്പിക്കൽ മലയാളി. ആദ്യമേ ഐലൻഡ് പാസുകാരെയാണ് കയറ്റിവിടുന്നത്. അവർക്കൊരു പ്രത്യേകം യെല്ലോ കാർഡ് ഉണ്ടായിരിക്കും. നമ്മുടെ പോകുന്ന വഴിയിൽ 2 ഐലൻഡുകളുണ്ട്. പ്രൈവറ്റ് ഐലൻഡിൽ കയറാൻ പറ്റുന്ന ഐലൻഡിലാണ് അവർ താമസിക്കാൻ പോകുന്നത്. അവരെയാണ് ആദ്യം കയറ്റി വിടുന്നത്. അവർക്ക് പ്രത്യേക ഒരു കാർഡ് പോലെ അവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ കാഫറ്റേരിയ അവർ ഓട്ടിക്കും നിന്നെ. ഇവിടുത്തെ സെയിൽസ്മാനാണ്. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. പാലത്തെ എല്ലാം. നമ്മൾ ക്രൂസിന്റെ മുകളിൽ വന്നു കഴിയുമ്പോഴുള്ള അല്ല കാറ്റാകുമ്പോ അങ്ങ് താഴെ കൊണ്ടുപോയ പോരെ. മൂവ് ചെയ്ത് തുടങ്ങി. ഈ കണ്ണാടി ഒരു പോക്ക് വെള്ളത്തിലോട്ട് പോയി. സീറ്റ് റിസർവ് ആയി. ഇവിടെ നിന്ന് നല്ലതുപോലെ കിട്ടാത്തതുകൊണ്ട് ഞാൻ പയ്യെ ഇതിൻ്റെ ബാക്കിൽ നിന്നു ഏറ്റവും മുന്നിലോട്ട് നടന്നു പോയി. അവിടെ നമുക്കൊരു നിൽക്കാനും വീഡിയോസ് എടുക്കാനുള്ളൊരു ചെറിയ സൗകര്യമുണ്ട്. പേടിയില്ലാത്തവർക്ക് പോയി അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്.
യോ കാറ്റൊക്കെ പുറത്തു വിടുന്നു കണ്ടോ വെറുതെ നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് നിന്നത് കേട്ടോ. കുഞ്ഞിനെ നോക്കിയേ പൈസ പോയി പൈസ ഡക്കല്ല അത് വേറൊരാണ്. ഹാപ്പി വേണ്ടോ ഇഷ്ടം പോലെ. ഇച്ചിരി നീക്കം ഞാൻ പതുക്കെ തരാം. കണ്ടോ അപ്പൊ എന്തുവാ ഇത് തോഫിൽ തോഫിൽ പക്ഷെ കണ്ട ഷാർക്ക് പോലെ അല്ലേ പോന്നെ. പിടികൂടി കണ്ടോ? എന്ത് സ്പീഡാ നോക്കി പട്ടി നമ്മുടെ വണ്ടിക്ക് മുന്നേ ഓടുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ കളിക്കുന്നതായിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ കളിക്കുന്നതാന്ന് തോന്നുന്നു തിരിക്കാൻ ഇങ്ങനെ ഇവിടെ വന്നാൽ കറക്റ്റ് ഇങ്ങനെ മാവ് പൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു അല്ലേ? അപ്പൊ കറക്റ്റ് ഷോട്ട് ജിജോയ്ക്ക് കിട്ടുകയും ചെയ്യണമായിരുന്നു. ജാക്കറ്റ് ഇട്ട് കിടക്കുന്ന ജോൺസിലായി പോകും. അതിനെ പൊക്കി വിടുവോ കണ്ട? അത് താഴെ തന്നെ നിൽക്കില്ലേ? ആൾക്കാരെല്ലാം റെഡി ആയിട്ടാണ് കാണാനായിട്ടില്ലേ? എന്ത് ചെയ്തേ? തോണ്ട 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 ഇത് മേളിൽ വീഡിയോ അങ്ങനെ നമ്മുടെ യാത്ര കഴിഞ്ഞു, തിരിച്ചെത്തിയിരിക്കുന്നു. ഇവരെല്ലാരും കൈയാടിക്കുകയാണ്. ഇത് പിടിച്ചപ്പോഴത്തന്നെ അങ്ങോട്ട് തിരിയാൻ തുടങ്ങിയാണ്ട് അപ്പുറത്തത് അത്
If you don't mind, shall we take a fun photo with you? മുടുക്കാൻ തന്നെയല്ലോ